Assalamualaikum. Welcome back to my channel. Happy Republic Day to all of you. ഞാൻ സൗണ്ടിൽ പറയാനുള്ളത് ഹാപ്പി റിപ്പബ്ലിക് ഡേ ഇങ്ങനെ ആയിക്കോളും. സോണിന്റെ പിന്നെ അറിയാലോ ബ്രേസസിന്റെ കുറെ എന്താണ് കുറെ ഇതൊക്കെ അല്ലെ ആദ്യമേ ടങ്സ്റ്റർ ഉണ്ടായിരുന്നു. ഇത് ഫുള്ള് അതേ മാത്രമേ ഉള്ളൂ. അതൊക്കെ പോട്ടെ. ഇന്നെന്തിനാ വന്നത്? എസ്പെഷ്യലി നമ്മള് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഇന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. സോനിന് 2 ദിവസമായിട്ട് ഒരു ഐറ്റം കഴിക്കാൻ ഭയങ്കര മോഹമാണ്. പക്ഷെ അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇവിടുത്തെ സ്റ്റൈലിലല്ല ഞാൻ ഉണ്ടാക്കിയത്. എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. അത് അങ്ങനെയല്ല. ആ ഐറ്റം നമ്മ വേറെ വീട്ടിലേക്ക് പോകും. അപ്പൊ ആ ഐറ്റം അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഐറ്റം എന്താ? ഞാനിങ്ങനെ പറയാൻ അതല്ല, താറാവ്. ഇന്ന് താറാവ് കറിയാണ് നമ്മൾ വെക്കാൻ പോണേ. നമുക്ക് ഇവിടെ താറാവ് എന്ത് കറിയാ? നോർമൽ താറാവ് കറി താറാവ് തേങ്ങ പാലൊക്കെ ഒഴിച്ച്. ഞാൻ അങ്ങനെയല്ല വെച്ചിട്ടുണ്ട്. ഞാൻ വേറെ ചേച്ചി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു മെയിൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചേച്ചിയാണ് വെക്കാൻ പോണേ, ചേച്ചിയുടെ സ്റ്റൈല്. നമുക്ക് അതും ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അത് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചെന്ന് പറയുമ്പോൾ ഞാൻ താറാവ് കഴിക്കാറില്ല ഗൈസ്. ഇവരെ കൊണ്ട് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യിപ്പിക്കാന്നല്ല, ഞങ്ങള് കഴിച്ചോളാം. ഞങ്ങൾക്ക് വേണ്ടിയാണ് താറാവ് കറി വെക്കുന്നത്. ഞാൻ ഇതിനു മുമ്പും ഞാൻ കഴിച്ചിട്ടില്ല. ബിക്കോസ് എനിക്ക് ഇഷ്ടമല്ല താറാവ്, വേണ്ട. ബിക്കോസ് നമ്മൾ അവിടെ ചൈൽഡ്ഹുഡിൽ തന്നെ കഴിച്ചിട്ടില്ല. അപ്പൊ ഇവര് അവിടെ നല്ല ഫുഡുകളൊന്നും കഴിക്കാറില്ല. കഴിക്കണം, കഴിച്ച് ശീലിക്കണം നല്ല ഫുഡുകൾ. വേണ്ട നേരത്തെ പിന്നെ തടി വെച്ചിട്ട് ഇവരെ പോലെയൊക്കെ ആയാലും. അപ്പൊ ചേച്ചി അവിടെ കുറച്ചു നേരം പിടിച്ചിട്ട് താറാവൊക്കെ നല്ല കഴുകി ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാണ്. 2 താറാവ് നമ്മ മേടിച്ചല്ലേ? തേങ്ങാപ്പാല്. ഇത് ഫസ്റ്റ് പാൽ, ഇത് രണ്ടാമത്തെ പാല്. ഓക്കെ. പിന്നെ അവിടെ നോക്കെ ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, അനിയൻസ്. അതെ അതെ, കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പഴാണ് കറണ്ട് പോകുന്നത്. അനിയൻസ്, ജിഞ്ചർ ഗാർലിക് ഒക്കെ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അറിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികൾ, നമ്മൾ തുമ്മൽ വരുത്തിക്കുന്ന പൊടികൾ, മല്ലിപ്പൊടി, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, ചിക്കൻ മസാല, ഗരം മസാല എല്ലാം ഉണ്ട്. ഐ ഡോണ്ട് നോ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പോകണം നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ മുമ്പൊക്കെ ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ നേരത്ത് സാധാരണ ഈ മല്ലിപ്പൊടിയും കാര്യങ്ങളൊക്കെ ഈ ടിന്നിന്നൊക്കെ എടുത്ത് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ എടുത്ത് വെച്ച് നല്ല 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 കേക്ക് പറയാൻ സമയത്ത് കഴിഞ്ഞ ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ നല്ല വൃത്തിയും മെനായിട്ട് ഞാൻ വെച്ച് വെക്കുവായിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ് ടിന്നപ്പടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നിരത്തിയിട്ട്. അങ്ങനെയല്ല, കുക്കിങ്ങിനൊക്കെ കാണിക്കുമ്പോ അതിന്റേതായ രീതിയിൽ എന്നാലേ കാണുന്ന ജനങ്ങൾക്കും എന്തൊക്കെ ഐറ്റംസ് ആണെന്നും എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് മനസ്സിലാവുള്ളൂ. നോട്ട് ദ പോയിന്റ്, നോട്ട് ദ പോയിന്റ്. ഇനി അടുത്ത കാണിച്ചു. അതായത് കഴുകി വെച്ചേക്കുന്ന താറാവിലേക്ക് നമ്മള് അതിൻ്റെ അകത്തേക്ക് നമ്മള് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമ്മൾ ആഡ് ചെയ്യുക. അതെ, സവാള, അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മള് മുളക് നല്ല നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതും കുറച്ചെടുത്ത് ആഡ് ചെയ്യുക. അതെ, അതിനുശേഷം മഞ്ഞപ്പൊടി ആവശ്യത്തിന്. അല്ല അതല്ല, അത് ചേച്ചിന്റെ ക്വാണ്ടിറ്റിയിൽ ഇട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഗരം മസാല. എന്റെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ കുക്കറിൽ ഇപ്പൊ നമ്മള് ഇത്ര ഒരു 3/4 ഭാഗത്തോളം നമ്മള് ഇത് വെച്ചിട്ടുണ്ടല്ലോ, ഇറച്ചി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇത്രയും ടൈറ്റ് വരുമ്പോഴത്തേക്കും ചാടി പോകൂലേ? ചാടി പോകൂല, ഷുവർ അല്ലേ? അല്ല, എന്റെ ഒരു ഡൗട്ടാണത്. കാരണം അതിങ്ങനെ ഓക്കെ. എന്താ ചെയ്യാം ഇപ്പൊ? ഇത് ഗരം മസാല ഇട്ട്, മല്ലിപ്പൊടി. ചേച്ചിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ ചേച്ചിക്ക്? അതുകൊണ്ടാണ് നമുക്ക് ആളെ കാണിക്കാത്തത്. കാണിക്കണ്ട. ഓക്കെ, അതെ. ഓക്കെ, പെപ്പർ പൗഡർ,
ലാസ്റ്റ് വേണം ഫസ്റ്റ് വേണം എങ്ങനെ വേണമെങ്കിൽ ഇടാം ഗൈസ്. ഇനി ചേച്ചി ലാസ്റ്റ് മുളക് പൊടി ഇട്ട് തോന്നിട്ട് ലാസ്റ്റ് നിൽക്കണ്ട. നമുക്ക് പൗഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മുളക് പൊടി, സോൾട്ട് മെയിൻ. പല സന്ദർഭത്തിൽ വിനാഗിരി. ചേച്ചി ക്വാണ്ടിറ്റി, ചേച്ചിയുടെ ക്വാണ്ടിറ്റി ഇട്ടോട്ടാ. നമ്മളിട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോ അതിനകത്ത് കറക്റ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല, ചിലപ്പോ കൂടി പോകാനും ചാൻസ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ കൂടി പോകാനും കുറയാനും ചാൻസ് ഉണ്ട്. എനിക്ക് ഉപ്പ് കൂടുതലാണ്. അതിനുശേഷം വിനാഗിരി. ഞങ്ങള് ഇതല്ല ഉപയോഗിക്കണേ, ചൊറുക്കില്ലേ? ചൊറുക്കാണ് ഞങ്ങൾ ഇത് ഉപയോഗിക്കാറില്ല. അല്ല, വീട്ടില് ഞങ്ങക്ക് ഇവിടെ അയച്ചേന്റെ കടയിലുണ്ടല്ലോ ചൊറുക്ക. ഓക്കെ, ഒരു മിക്സ് മിക്സിംഗ്. എന്റെ വായിന്ന് വെള്ളമൊന്നും വരില്ല. ചേച്ചിക്കാനെ കൊതിയായിരുന്നു. വേവാത്ത താറവ് കണ്ടിട്ടല്ലേ കൊതിയാലേ ചേച്ചി. വെറുതെ നീ വെക്കണ മിക്ക കറിയിലും വെള്ളം കൂടുതൽ ഉണ്ടാറുണ്ട്. അണ്ടിപ്പരിപ്പ് നമുക്ക് വേണമെങ്കിൽ അരച്ച് ചേർത്താൽ മതി, അത് നിർബന്ധമൊന്നുമില്ല അതിനകത്ത്. അതെ, കാഷ്യൂ അണ്ടിപ്പരിപ്പ് അരച്ച് തേച്ചാൽ, അരച്ച് മിക്സ് ചെയ്താൽ ടേസ്റ്റ് ആയിരിക്കും. അത് മിക്ക കറിക്കും അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. അണ്ടിപ്പരിപ്പ് ചേർത്തുണ്ടെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാപ്പാല് കുക്കറിൽ വേവിക്കുമ്പോ തേങ്ങാപ്പാൽ ഒഴിച്ചാലും കുഴപ്പമില്ല, സാധാ വെള്ളത്തിൽ വേവിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ഇത് ഇച്ചിരി ഒഴിക്കാണ്. ഓ, ചേച്ചിയുടെ പ്രസന്റേഷൻ അടിപൊളിയാണ്. എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു നാനം. ഇത് രണ്ടാം പാലാണ്. ചേച്ചി തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞാലോ, അപ്പൊ എന്തോ വെള്ളം അല്ല, ഇതിനകത്ത് ഇപ്പൊ സാധനം വെള്ളം ഉണ്ട്. ഇത് പുറത്തു പോകുന്ന എനിക്കറിയില്ല. നമുക്ക് കഴുകുമ്പോ വേണ്ട വെള്ളം ഉണ്ടാവുമല്ലോ. ഇപ്പൊ ബീഫ് കഴിയാലും കഴിയാലും കുറെ നേരം ഒന്ന് കഴുകി വെക്കണം, എന്നാലേ വെള്ളം പോകുള്ളൂ. വെള്ളം പോയിട്ട് വെക്കാണെങ്കിൽ അതായിരിക്കും ടേസ്റ്റ്. കുറച്ച് വെള്ളം പോയിട്ട് വെക്കാളാകുമ്പോ ടേസ്റ്റ് ആണ് പറഞ്ഞു. ഇവിടുത്തെ ആൾക്കാരൊക്കെ മലയാളം നല്ല രീതിയിൽ മറന്നു പോകുന്നുണ്ട് ഗൈസ്. എന്റെ നീ മലയാളം നശിപ്പിക്കണോണ്ടിട്ട് ഞങ്ങളൊക്കെ മലയാളം മറന്നു പോകും. നമ്മൾ പിന്നെ ഹെൽപ്പിനാണ്. അതിനുശേഷം കുക്കർ വെച്ച് മൂടിയിട്ടതിന് ശേഷം നേരെ അടുപ്പിലേക്ക് ഇട്ട് വെക്കുക അല്ലെ. ക്വാണ്ടിറ്റി ഹെവിയാണെന്നൊരു ഡൗട്ട് ഉണ്ടാവും. ഇത് വരട്ടണം. ഇപ്പൊ ചെയ്യോ അത്? ഇത് വെന്ത് ചെയ്താൽ മതി. പിന്നെ ഇതല്ല, പിന്നെ കുറച്ച് ഇപ്പൊ കുറച്ചിലേ ഇട്ടിട്ടുള്ളൂ. ഇത് നമുക്ക് കാണിക്കാം പിന്നെ. So you guys take a small break. അത് വേവട്ടെ, കൊറേ ടൈം എടുക്കും ഗൈസ് വേവാൻ. അതാണ് താറാവ് കുറച്ച് ടൈം എടുക്കും. താറാവിന് ബീഫ് പായസം ഈ വീട്ടിൽ പണിയെടുക്കാണ്ടിന് പണിയെടുക്കാണ്ടിരുന്നിട്ട് എല്ലാം മറന്നു പോയിട്ടാ. ആര് പണിയെടുക്കല ഇപ്പൊ ചേച്ചി ചേച്ചി തമാശ പറഞ്ഞാൽ എക്സാമ്പിൾ പറഞ്ഞാണ്. ഒരു 10 14 പറഞ്ഞ അപ്പൊ പെപ്പർ മാത്രമാണ് ഇത്. പെപ്പറാണ് സാറേ ഇവരുടെ മെയിൻ. അതാണ് ശരിക്കും ഞാൻ ബാക്കിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോണ്ടിട്ട് അവർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഞാനല്ലേ, ഞാൻ ഫുള്ള് ട്രിപ്പിലായിരുന്നു. 2 ദിവസത്തേക്ക് ഉണ്ടാവുള്ളല്ലോ എന്റെ ട്രിപ്പ്. 2 ദിവസം കഴിയുമ്പോ പിന്നെ ഫാമിലിനെ മിസ് ചെയ്യുമ്പോൾ ഓടിക്കൊണ്ട് വരും. എന്ത് ചെയ്യാനാ, ഫാമിലിനെ സ്നേഹിക്കുന്ന കൂട്ടത്തിലായി പോയി. അതുകൊണ്ടാണ് ഓടി വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ പൊളിച്ചു നടക്കും. ഒരു എന്താ വേവട്ടെ അല്ലേ.
ഇതെന്താണ് കുക്കറിനും ഇതൊക്കെ എന്ത് സംഭവം ഇത്? ഇത് പോയതുണ്ട്. അപ്പൊ മാറ്റാൻ പോലെ ഇതെന്താ സംഭവം എന്ന് വെച്ചാല് മഷു മറ്റേ മഷു അല്ലേ ഞാൻ വലിയ കാര്യം ഷോർട്ട് വെക്കണാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ആൾക്കാരുടെ ചോദ്യമാണ് ഞാനിപ്പോ ചോദിച്ചതിന്റെ നിങ്ങൾ ഇത് എന്താ സംഭവം? മഷു എന്ത് ചെയ്യുന്ന അറിയോ? ഇവിടെ അപ്പുറത്തെ അവിടെ ഒരു പാൻ ചൂടായിരിപ്പുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് പാൻ്റെ ഒക്കെ ഞാനില്ലേ അടുക്കള പാൻ ഇന്ത്യ I do 2 to 3 കറികൾ ഒന്നിച്ച് വെക്കുവല്ലോ, 2-3 പണികൾ ഒന്നിച്ച് ചെയ്യും. അപ്പൊ ഫുള്ള് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അല്ല അതിന്റെ എക്സ്ട്രാ ഉണ്ടാവുമല്ലോ അതിന്റെ കൂടെ തന്നെ പുതിയത്, അതെടുത്ത് വെക്കിയത് മാറ്റിട്ട്. ഓക്കെ, വീണ്ടും ക്ലോസ്. താറാവ് വേവുന്ന ടൈമിൽ നമ്മൾ പോയി ഫ്രഷ് ആയിട്ട് വന്നു. താറാവ് എത്ര വിസിലാക്കി? നമ്മൾ 3 വിസിലാക്കി. സോ ലെറ്റ്സ് സീ, ഓപ്പൺ ആക്കി നോക്കാം. ഓ, എക്സൈറ്റ്മെന്റ് മൊത്തം കണ്ടിട്ട് ഞാനെന്തോ കഴിക്കണ പോലെയാണ്. അടിപൊളി അടിപൊളി, ഫുള്ള് നല്ല വെന്ത് നല്ല മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. ചിക്കൻ പോലെ അതേപോലെയൊക്കെ തന്നെ, പക്ഷെ കുറച്ച് കട്ടി ഉണ്ടാവും, അത്രേ ഉള്ളൂ. കഴിക്കാൻ പോലെ ടേസ്റ്റും ഇത്തിരി കൂടുതലുണ്ടാവും. ഓ കൂടുതൽ വേറെ ടേസ്റ്റ് ആയിരിക്കും. ഇനി എന്താണ് അടുത്ത പ്രൊസീജിയർ? നമുക്ക് പാൻ എടുത്തിട്ട് ഓക്കെ, അടുപ്പത്തേക്ക് വെക്കുക. കുഞ്ഞു കുക്കറിൽ എവിടെ ഫുഡാണ് ഞാനിപ്പോ കുളിച്ച് വന്നിട്ടാണ് ഉച്ചത്തേക്കുള്ള ഫുഡ് വെച്ചത്. അതിന്റെ ഇടക്ക് മന്ത്രിച്ച എന്താണ് ഇപ്പൊ ചെയ്തത്? എന്തെങ്കിലും പറഞ്ഞാലോ ഇപ്പൊ? അപ്പൊ ഉറക്കെ പറയട്ടെ, പറയുമ്പോ മന്ത്രിച്ചൂതിയ പോലെ ഉണ്ടാവും. ഞാൻ അടുത്തത് ഞാൻ അടുത്ത് ചൂടാവണത് അതുവരെ നീ ഇങ്ങനെ ക്യാമ്പിൽ പിടിച്ച് നിൽക്കോ? ഇത് ചൂടാവണം. ഓ, അത് ചൂടാവണോ? ചൂടാകട്ടെ. ചൂടായതിനു ശേഷം പാനിലോട്ട് എണ്ണ ഒഴിക്കുക. കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ. കോക്കനട്ട് ഓയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്. എപ്പോഴും ഞാൻ കുക്ക് ചെയ്ത് ഞാൻ തന്നെ വീഡിയോ എടുക്കുമ്പോ ഇന്ന് ഒരാള് കുക്ക് ചെയ്യുമ്പോ അതിന് കമന്ററി പറയുമ്പോ ഒരു സുഖമുണ്ട്. അല്ല, അത് മാത്രമല്ല, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവും, അതിനൊരു ക്വാളിറ്റി ഉണ്ടാവും. ഓ, റെസിപ്പി. ഓക്കെ ഓക്കെ, അത് ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക അല്ലെ? കടുക് പൊട്ടിക്കുക. എന്നിട്ട് ഇട്ട് കൊടുത്ത് ഓടുക. ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ഓടാൻ റെഡിയായിരിക്കും, ഓടേണ്ട ആവശ്യമില്ല. ചേച്ചിക്ക് കടുക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. സോനു കാണാൻ ഇപ്പൊ തലകറി വീട് കടുകിടൂലേ? കടുക് കുറച്ച് കൂടിപ്പോയെന്നൊരു ഡൗട്ട് ഉണ്ട്. കടുക് കൂട്ടിട്ടില്ലേ? അതോടെ പറയാൻ പറഞ്ഞ വിഷയം, ഇത് കിഴക്കമ്പല സ്റ്റൈല് താറാവ് കറിയാണ്. അത് ചേച്ചി പ്രത്യേകം പറയാൻ പറഞ്ഞു. ഇത് കിഴക്കമ്പല സ്റ്റൈല് താറാവ് കറിയാണ്. ചേച്ചി ശരിക്കും മൂവാറ്റുപുഴക്കാരിയാണ്. ചേച്ചിനെ കെട്ടിച്ചിട്ട് കൊണ്ടുവന്നത് കിഴക്കമ്പലത്താണ്. അപ്പൊ ഇവിടെ വന്നപ്പോ ഹസ്ബൻഡ് കഴിക്കാൻ തുടങ്ങി. ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഇവിടത്തെ താറാവ് കറി എന്താണെന്ന് പഠിച്ചത്. അതെ, അപ്പൊ ഓരോ നാട്ടിലും ഓരോരോ സ്റ്റൈലായിരിക്കും വെക്കുക എന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, എന്തായാലും കിഴക്കമ്പല സ്റ്റൈല് താറാവ് കറി എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആലപ്പുഴ അല്ല, ആലപ്പുഴ. ആലപ്പുഴ ആലപ്പുഴയിലൊക്കെ കുട്ടനാട് ഭാഗങ്ങളിലാണ് കൂടുതൽ താറാവ് കറി. താറാവ് കറികളും കൂടുതൽ അതിന്റെ പല വെറൈറ്റീസ് ഒക്കെ ഉള്ളത് കുട്ടനാട് ഭാഗത്താണ്. കുട്ടനാട് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താറാവും മുട്ടകളൊക്കെ ഒരുപാടുള്ള റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാം. അതുവഴി പാസ് ചെയ്യുമ്പോ മുട്ട താറാവിനൊക്കെ വിൽക്കാൻ ഇരിക്കുന്നത്. കടുക് പൊട്ടാൻ തുടങ്ങി, പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അടുത്തത് ചേച്ചി സംസാരിച്ചിട്ട് സഹിക്കാൻ പറ്റുള്ളൂ. ചേച്ചി ചിരിച്ചിട്ടേ ഇരിക്കുക. സവാള പൊട്ടി കഴിഞ്ഞിട്ടിടാൻ പറ്റുള്ളൂ. പറയുമ്പോ ഇടാൻ പറ്റൂലേ? കടുകെ പിടിച്ച് കടിക്കില്ലേ? കടുക് പൊട്ടി കഴിഞ്ഞാലല്ലേ അതിന്റെ ശരിയാ. അതാണ് അപ്പൊ മനസ്സിലായി. അതിനെന്ത് മനസ്സിലാക്കാം? കടുക് ഇട്ടപ്പോ തന്നെ വേറെ ഒന്നും ചെയ്യരുത്, അത് പൊട്ടിത്തെറിക്കണം. അപ്പൊ നമ്മൾ പ്രത്യേകം കൊടുക്കാൻ പോണ ക്യാപ്ഷൻ കിഴക്കമ്പല സ്റ്റൈൽ താറാവ് കറി. കിഴക്കമ്പലത്തുകാരൊക്കെ തല്ലാൻ വേണ്ടി വരുമെന്നോ? ഇതാണോ നിങ്ങളുടെ കിഴക്കമ്പല സ്റ്റൈൽ താറാവ് കറി? ആരാ പറഞ്ഞത്? ഏത് ചേച്ചി? ഇത്ര നേരം വേണം കടുക് പൊട്ടാനെന്ന് ഇപ്പോഴായിരുന്നു. ഞാൻ ടിക്കറ്റിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കും പൊട്ടി. ഓക്കെ, അതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പേടിപ്പിച്ചോ.
അതെന്തിനാ ബേബി ഫുഡ് ഈ ബേബിയുടെ ആണോ അല്ലെങ്കിൽ ആ ബേബിയുടെ ബേബി ഇത് ഗോബി. ഓക്കെ, സവാള ഇതെല്ലാം കൂടെ മൊരിയുമ്പോ വിളയുമ്പോഴത്തേക്ക് നല്ലൊരു മറന്നല്ല. ഓക്കെ, അത് ലാസ്റ്റ് അത് ഇപ്പോഴത്തെ കഞ്ഞൂലേ. അതെ അത് ശരി. ഏറ്റവും ലാസ്റ്റ് ആണ് എക്സ്പെർട്ട് ആണ്. എനിക്ക് ഈ താറാവ് കണ്ടിട്ട് ഇവിടെ നിന്നിട്ട് വായനകളുന്നുണ്ട്. അടുത്തേക്കാണ് വെള്ളം കൂടുതൽ അത് ഇച്ചിരി മൊരിയണെങ്കിൽ എളുപ്പത്തിന് മൊരിയാൻ വേണ്ടിയാണ് ഈ ഉപ്പ് തോന്നുന്നത്. ഉപ്പിട്ട് കൊടുക്കുക. ആ ട്രിക്ക് ഞങ്ങൾക്കറിയാം. അല്ല അത് പറയണം, ചേച്ചി പറയണം. അല്ല പറഞ്ഞോ, നമുക്ക് അറിയാവുന്ന അറിയാവുന്ന സൂക്ഷിച്ചെന്നല്ല സൂക്ഷിച്ച് എന്താ സൂചിച്ചാണ് സൂക്ഷിച്ച എന്നെ വേണേ കൊല്ലാൻ നിങ്ങളടുത്ത് വീഡിയോ എടുത്തറാൻ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന വീഡിയോ ഒക്കെ കാണാനൊരു സുഖമുണ്ട്. അല്ലെങ്കിൽ ഒരുമാതിരി ഡെഡ് വീഡിയോ എടുക്കും. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടിക്കുവച്ച് അലക്കസമവാത്തിയാക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതെല്ലാം താറാവ് വേവിക്കുമ്പോൾ ഇച്ചിരി ഇച്ചിരി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ചിട്ട് താറാവിലേക്ക് ഇച്ചിരി പിടിക്കാൻ വേണ്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി എടുക്കാണ്. തേങ്ങ പിഴിയുമ്പോ നോക്കണം. തേങ്ങ പിഴിയുമ്പോ ഒത്തിരി വെള്ളം ഒഴിച്ച് ആയിട്ട് പാല് പിഴിഞ്ഞെടുക്കരുത്. പിഴിഞ്ഞെടുക്കരുത്. തേങ്ങ ഫസ്റ്റ് പാല് പിഴിയുമ്പോൾ നല്ലൊരു കട്ടിക്ക് വേണം. കട്ടിക്ക് വേണം. ഓക്കെ, അത് എന്നിട്ട് മാറ്റി വെക്കണം. ആദ്യം മിക്സ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യരുത്. സെക്കൻഡ് പാല് വേണം നമ്മൾ ആദ്യം വേവിക്കാൻ ഇറച്ചി വെക്കുമ്പോഴത്തേക്കും ഒഴിക്കാൻ. ഇതിനകത്ത് നമ്മൾ വെള്ളം പച്ചവെള്ളം ഒഴിച്ച് അടുപ്പത്ത് വേവിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ആയിട്ട് പാല് മാത്രം ഒഴിച്ചാലും മതി. രണ്ടാമത്തെ പാല് എടുത്തില്ലെങ്കിൽ കുറിച്ചില്ല. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല താറാവ് കറിയിൽ വെക്കുമ്പോ. എന്ത് മറ്റേ ക്രിസ്മസ് മറ്റേ അണ്ടിപ്പരിപ്പ് നമ്മൾ അരച്ച് ചേർക്കുമ്പോ ഇത് അരച്ച് പേസ്റ്റ് ആക്കി വെച്ചേക്കുന്നുണ്ട്. അത് പറയാൻ വിട്ടുപോയി. ഇത് കാഷ്യൂ അഥവാ അണ്ടിപ്പരിപ്പ് അരച്ച് പേസ്റ്റ് ആക്കി വെച്ചേക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ ചേർക്കില്ല. ഇഷ്ടമല്ല. അത് ഇട്ടാൽ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഇത് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ ബിസ്ക്കറ്റ് ഇല്ലേ, നമ്മുടെ എന്താ പിള്ളേർക്ക് ആറൂട്ട് ബിസ്ക്കറ്റ് ഇല്ലേ, അത് പൊടിച്ച് മിക്സ് ചെയ്ത് പക്ഷെ ഇതില് താറാവില് മാത്രം താറാവിലുണ്ട്. ചിക്കനിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിക്കന് കോഴി എനിക്ക് ഓടും. ചിക്കൻ കറി കഴിക്കുമ്പോ അരച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാൻ എന്റെ വീട്ടിൽ ഇറക്കുമ്പോ ചേർക്കാൻ പറ്റില്ല. പിള്ളേരെ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ അത് മൂത്തയാള് കൂട്ടത്തില്ല. എവിടെയെങ്കിലും കറി വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ അത് ചേർക്കും. ഓക്കെ, അപ്പൊ ചേച്ചിയുടെ ഒരുപാട് വെറൈറ്റി കറികളൊക്കെ നമുക്ക് കൂട്ടാനുണ്ട്. ഒരുപാട് വെറൈറ്റി കറികൾ കൂട്ടാനുണ്ട്. അതിനുശേഷം നമ്മൾ അതിനകത്തൊക്കെ തക്കാളി ചെറുതായി പുനുപുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്നത് എളുപ്പത്തിന് മരണം കിട്ടാൻ വേണ്ടിട്ട് ചെറുതായിട്ട് അരിയണം. അല്ലെങ്കിൽ വലുതായിട്ട് സ്ലൈസ് ആയിട്ടൊക്കെ അരിയണവരുണ്ട്. പക്ഷെ ഇത് പുനുപുനാന്ന് അരിഞ്ഞിട്ടില്ല. അതെ അതെ അറിയാല്ലേ, അറിയാം. അടുത്ത് നമ്മൾ പൊടികളാണ് ഇടാൻ പോണേ. എന്തൊക്കെ നേരത്തെ നമ്മൾ ഇട്ടതന്നെ. നമ്മള് താറാവ് വേവിക്കുമ്പോ അതിലിട്ടില്ലേ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പിന്നെന്തൊക്കെയായിരുന്നു മറന്നു പോണ്. ചിക്കൻ മസാല. ഈ താറാവ് കറിക്ക് ശരിക്കും താറാവ് മസാല കിട്ടില്ലേ? ഇല്ല, മസാല ഇല്ല, ചിക്കൻ മസാല. ഓക്കെ, പക്ഷെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ ഒരു തോന്നലുണ്ട്. ഡെക് മസാല കണ്ടിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പൊ എന്റെ തോന്നലായിരിക്കാം. അപ്പൊ നമുക്ക് ഇതിപ്പോ എന്താ ഇടണ ഇതിന്റെ എല്ലാം കൂടെ എല്ലാം ഒന്നിച്ച് എളുപ്പത്തിന് വേണ്ടിട്ട് എടുത്തത് ഇതിന്റെ അതൊക്കെ ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമണം വാങ്ങുവരെ ഇളക്കണം. ഓക്കെ, പച്ചമണം എന്ന് പറഞ്ഞാൽ മസാലയിലേക്ക്
എന്തൊരു അപ്പൊ അതിനുശേഷം നമുക്ക് അതിലേക്ക് അതിന്റെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിനു ശേഷം അതിന്റെ അകത്തേക്ക് താറാവ് വേവിച്ചത് ഇതിന്റെ അകത്തേക്ക് തട്ടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മള് രാവിലെ കണ്ട ഡക്ക് ചട്ടി കിടന്ന് പരള. എന്താണ് ഫ്രിഡ്ജ് ഓപ്പൺ ആക്കണോ? അതിന് തിളക്കുന്നുണ്ടല്ലോ തിളച്ച് കഴിയുമ്പോ തേങ്ങാപ്പാൽ ഒഴിക്കും. തേങ്ങാപ്പാല് ഫസ്റ്റ് പാല ഒഴിക്കേണ്ടത് അല്ലേ? ഓക്കെ, തേങ്ങാപ്പാൽ ഒഴിക്കുക. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഫസ്റ്റ് പാലാണ്. അതാണ് അതിന്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ബാലൻസ് അതിൽ നിന്ന് കുറച്ചിരുന്നിട്ട് ചേച്ചി ഇതിന്റെ അകത്ത് ലൂസാകാൻ വേണ്ടി അല്ലെ? അതായത് കാഷ്യൂ അരച്ചു വെച്ചേക്കണ അതില് കുറച്ച് അതിനകത്ത് ഒഴിച്ചു, കാരണം അതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടി. കൊള്ളാം, കാണുമ്പോ തന്നെ സംഭവം അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ട്. ഉപ്പ് നോക്കാം. അതിനുശേഷം അതൊന്ന് മിക്സ് ആക്കുക അല്ലെ? തേങ്ങാപ്പാലും കാഷ്യൂ. അതിപ്പോ പച്ചവെള്ളം ഒഴിച്ച് കളിക്കാനും കുഴപ്പമില്ല. ഞാനിപ്പോ തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മുടെ നാടൻ സ്റ്റൈല്, നമ്മുടെ രീതിയിൽ അല്ലെ, വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ. അതുകൊണ്ടിട്ട് ഈ കുക്കിംഗ് വീഡിയോ ആണെന്നും പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ പ്രൊഫഷണൽ ടച്ച് ഒന്നും കാണിക്കുന്നില്ല. പക്ക ഒരു വീട്ടിലുണ്ടാക്കുന്ന സ്റ്റൈലിൽ തന്നെയാണ് ഇതേവരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇത് ഒഴിക്കാം അല്ലേ? കാഷ്യൂ അരച്ച പേസ്റ്റ് പരുവാക്കിയത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ചേരുവകളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി കുറച്ചു നേരം മൂടി വെക്കുവോ? ഇനിയിപ്പോ സിമ്മിലിട്ടിട്ട് തീ കുറക്കുക. തീ കുറച്ചിട്ട് ഇതിന്റെ മേലെ കറിവേപ്പില ഇടുക. കറിവേപ്പില ഇടേണ്ട വരും, കാരണം എന്നാലേ അത് കംപ്ലീറ്റ് ഫീൽ കിട്ടുള്ളൂ. ഓക്കെ, ഇനി അതിലേക്ക് നമ്മൾ ഫൈനൽ ഇൻഗ്രീഡിയന്റ് ആയ വേപ്പില ഇടുക. ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്യാം അല്ലേ? ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇട്ട് കൊടുക്കണം. ഇളക്കണ്ട. അല്ല, ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോരാത്ത ഉപ്പ് ഇടണം. ഇപ്പൊ നമ്മൾ ഉപ്പ് ആടിയിട്ടുണ്ടായിരുന്നു. അതിന് അതിൻ്റെ അകത്തേക്ക് ചൊറുക്കാം. വിനാഗിരി അതിൻ്റെ അകത്ത് ഒഴിക്കുക. ഏറ്റവും നല്ലത് വിനാഗിരിനേക്കാൾ നല്ലത് ചൊറുക്കാണ്. ഇത് വിനാഗിരി ആണല്ലേ? ഒഴിച്ചോ, എന്റെ ആവശ്യത്തിന് വെച്ചോ. ഒരുപാട് ഒഴിക്കണ്ട, ആവശ്യത്തിന് വെച്ചാൽ മതി. ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഇളക്കി നോക്കാം. ഓക്കെ, ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം കുറച്ചേരം മൂടി വെക്കുവോ? കുറച്ചേരം മൂടി വെക്കും. ഇത് പോരല്ലേ? മൂടിക്കൊന്നു അതിന്റെ ടോപ്പെടുത്തു. ഓക്കെ ഗൈസ്, അങ്ങനെ ഡക്ക് കറി, കിഴക്കമ്പല സ്റ്റൈൽ ഡക്ക് കറി റെഡി. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അത് മൂടി വെക്കുക കുറച്ചു നേരം. ഓക്കെ, വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ആവശ്യത്തിന് ഉരുളൻകിഴങ്ങ് കൂടെ ചേർക്കാമെന്ന് ചേച്ചി പറഞ്ഞു. ഉരുളൻകിഴങ്ങ് ഇഷ്ടമുള്ളവർക്ക് പൊട്ടറ്റോ കൂടെ ആഡ് ചെയ്യാം. യെസ്, സോ ഫൈനലി ഡക്ക് കറി റെഡി ആയിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാന്ന് വിചാരിച്ചു. യെസ്, നമ്മളെ എഡിറ്റർ സർ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കറിക്ക് വേറൊരു പേര് കൂടെ പറയും. ചേച്ചി ശരിക്കും പറഞ്ഞത് വെച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് സോനുവിന് മനസ്സിലായത് ഇത് മപ്പാസ് ആണെന്ന്. അതായത് ഈ ഡക്ക് മപ്പാസ് അല്ലേ?
അങ്ങനെ ഒരു പേരും കൂടെ പറയും കേട്ടോ. അപ്പൊ ഇത് വെച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും പലർക്കും ചിലപ്പോൾ ആ ഡൗട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിയാണ്. കഴിച്ചു നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്ന് പറയാം. കണ്ടിട്ട് നല്ല ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. കാരണം നല്ല മണമൊക്കെ ഉണ്ട്, നല്ല മസാല. പുട്ടുമായിട്ട് കഴിക്കാൻ പുട്ടുമല്ല, പുട്ട്. ഇനി കുറച്ചാളെ ഞാനും പറയും ചേട്ടാ പുട്ടു ഇറക്കി കറിയൂ. Okay, anyway, you eat this and tell the opinion. നിങ്ങൾ കഴിക്കുമ്പോൾ ചെറുതായിട്ട് കൊതിയാവും. ഇറച്ചി കഴിച്ചോട്ടെ. നല്ല വേവൊക്കെ പെർഫെക്റ്റാ. നല്ല നാടൻ സ്റ്റൈലുണ്ട്, കിടലുണ്ട്. ആ നാടൻ ടച്ച് ടേസ്റ്റ് ഉണ്ട്. ഇറച്ചിയൊക്കെ വെച്ചിട്ടൊന്ന് കുളച്ച് പണ്ടിനാ ഇവിടുന്ന് എപ്പോഴോ ഒരു സെയിം ടൈപ്പ് ഞാൻ കഴിച്ചിട്ടുള്ള പോലെ ഒരു ഓർമ്മ. അല്ലല്ല, ഏതോ ആലപ്പുഴ ഭാഗങ്ങളിൽ പോയപ്പോഴത്തേക്ക് ഇപ്പത്തെ കഴിച്ച പോലെ. ഞാൻ പറഞ്ഞ നല്ലോണം കുളച്ച് കഴിക്കാൻ അപ്പാ യൂട്യൂബ് എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. കുളച്ച് ഇപ്പൊ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ഗോങ്ങണീസില്ലേ, അവര് പറയുന്ന ഭാഷ മംഗലാപുരംകാര് കൊറേ ഇവിടെ ഉണ്ട്, നമ്മുടെ എറണാകുളത്തുണ്ട്, പിന്നെ ഫോർട്ട് കൊച്ചി ഉണ്ട്. കല്യാണം ഇങ്ങാട് കഴിക്കാറുണ്ട്. അഭിപ്രായം പറഞ്ഞു. അവര് ഇവിടുത്തെ ഉത്സവത്തിന് വരാറുണ്ട്. ചെട്ടികളാണ് ഈ പറയണത് ഗോങ്ങണീസ് എന്ന് പറയണത്. ഇറച്ചിമാല വെച്ചിട്ട് ഇറച്ചിയൊക്കെ മാല വെക്കും, ബീഫൊക്കെ മാല വെക്കും. നല്ലോണം വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ ഈ ഡക്കറി വെച്ച് കഴിക്കുമ്പോ നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മളെല്ലാരും ഇവിടെ വീഡിയോയില് സോനു പറയുമ്പോ ഇവിടെ തലാട്ടുണ്ടായിരുന്നു. ശരിയാണ്, ഇത് ചോറിനെക്കാട്ടി കോമ്പോ പുട്ട. പുട്ട് കളിച്ചു. ഓക്കെ, എല്ലാരും അവരെ ഒരു കോമ്പോ കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. പക്ക ടേസ്റ്റ്. ഇത് നമുക്ക് ഇന്ന് ഇതാണ് തോരൻ. പത്തിരി ആയിട്ട് ഇത് പൊളിയാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഒരു അപ്പത്തിന്റെ ഒപ്പൊക്കെ സൂപ്പർ ആയിരിക്കും. വെള്ളപ്പത്തിന്റെ ചപ്പാത്തിക്കൊക്കെ നല്ലതായിരിക്കും. ഇപ്പൊ ചപ്പാത്തി പിന്നെന്താ ഇല്ലാത്ത ഇഡ്ലി ദോശ എല്ലാം കൂടെ ടേസ്റ്റ് ആയി. ബിക്കോസ് ഇറ്റ്സ് തിക് ഗ്രേവി അല്ലേ. കഴിക്കുമ്പോ മധുരമുള്ള പാട്ടില്ല. ഓ ബേബി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുള്ള വലിച്ചിക്കി. അല്ല, നമ്മളെല്ലാരും വീഡിയോയിൽ സംസാരിക്കണാണെങ്കിൽ ഞാൻ എല്ലാരും ഒബ്സർവ് ചെയ്യണ്ടേ. നമ്മളെല്ലാരും കോൺസെൻട്രേഷൻ കുറുമന്റെ അടുത്താണ്. കണ്ടില്ലേ, പറ്റാത്ത ബോൾ എടുത്തിട്ട് എരിയണ കുറുമൻ. നോ 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 നോ, റിമോട്ട് വെച്ചവിടെ എല്ലാം തോത്ത് ചെയ്യലാണ്. ഭയ്യ ടി വി കാണുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഡക്ക് കറി, അടിപൊളി. സോ ഗൈസ്, അങ്ങനെ ഡക്ക് കറി, താറാവ് കറി എല്ലാരും കഴിച്ചു. ആക്ച്വലി ചേച്ചി പറഞ്ഞത് ഇത് കിഴക്കമ്പലം സ്റ്റൈൽ എന്നാണ്. ബട്ട് വി ഡോണ്ട് നോ, എല്ലാ വീട്ടിലും ഓരോരോ ടൈപ്പ് ആണല്ലോ. ഞാനിപ്പോൾ കിഴക്കമ്പത്താണെങ്കിലും ഞാൻ മാംഗ്ലൂർ സ്റ്റൈലൊക്കെ കറികളൊക്കെ വെക്കാറില്ലേ. ചിക്കൻ കറി പല ടൈപ്പ് വെക്കും. ഈ പ്രാവശ്യം വെക്കുന്നതായിരിക്കും അടുത്ത പ്രാവശ്യം വെക്കുന്നത്. അതുകൊണ്ട് ഇത് ചേച്ചിയുടെ വീട്ടിൽ വെക്കുന്ന ടൈപ്പാണ് നമുക്ക് വെച്ച് തന്നത്. പക്ഷെ ദ ടേസ്റ്റ് വാസ് ഡാം ഗുഡ് എന്നാണ് എല്ലാവരും പറയണേ. അടിപൊളിയായിരുന്നെന്നും കറിയൊക്കെ തീർന്ന്
എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പൻ, ബേബി എല്ലാവരും. സോനുനും ഇഷ്ടപ്പെട്ടു. എവ്രിബഡി ആ ഒരു ടേസ്റ്റ് ഉണ്ടായതിൻ്റെ ഇത് ഫീലിംഗ് എല്ലാവരുടെ ഫേസിൽ എനിക്ക് കാണാൻ പറ്റി. സോ ഞാൻ മാത്രം ഇന്ന് ഉലത്ത് കറിയായിട്ടാണ് ചോറ് കഴിച്ചത്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ എല്ലാവരും വീട്ടിലുള്ള പോലെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് വിൽ ഹാവ് സം റെസ്റ്റ്, വിൽ ടേക്ക് സം റെസ്റ്റ്, കുറച്ച് റെസ്റ്റൊക്കെ എടുക്കും. മൂവിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ കാണും. ഇങ്ങനെയൊക്കെയാണ് പരിപാടി. സോ ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ ദിസ് വ്ളോഗ്. എന്തായാലും അടുത്തൊരു പുതിയ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ until then you guys take care and stay tuned. Bye bye.